Morning, students. In the class, we will volume problem. Find the volume of the region bounded by the surface y equal to x square, x equal to y square, and the plane z equal to 0 and z equal to 3. Volume formula formula volume v is equal to triple integral dv. This is the formula. Here, dv dz dy dx ആ ഫോർമുല എഴുതാം. അപ്പൊ ഇസഡിന്റെ ലിമിറ്റ് എന്താ അറിയണം, അത് വൈയുടെ ലിമിറ്റ് എന്താ അറിയണം, എക്സിന്റെ ലിമിറ്റ് എന്താ അറിയണം. ഇപ്പൊ ഇസഡിന്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസഡ് ഈക്വൽ ടു 0 ടു ഇസഡ് ഈസ് ഈക്വൽ ടു 3 തന്നിട്ടുണ്ട്. ഇത് നമുക്ക് വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കാണണം. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ട്രിപ്പിൾ ഇന്റഗ്രൽ ഡി വി എന്നുള്ളത് ഡി ഇസഡ് ഡി വൈ ഡി എക്സ്. ഡി വൈ ഡി എക്സ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡി എക്സ് ഡി വൈ എന്ന് എഴുതാം കേട്ടോ. അപ്പൊ ഞാൻ ഡി എസ് ഡി വൈ ഡി എക്സ് എഴുതി. അപ്പൊ ഇസഡിന്റെ ലിമിറ്റ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 0 to 3. ഇനി വൈയുടെയും എക്സിന്റെയും ലിമിറ്റ് കിട്ടണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞ രണ്ട് പരാബോളയാണ്. ആ പരാബോള നമ്മൾ ഇവിടെ ഫിഗറിൽ വായിക്കണം. ഇത് എക്സ് ആക്സ് ആണ്, ഇത് വൈ ആക്സ് ആണ്, വൈ വൈ ഡാഷ് എക്സ് എക്സ് ഡാഷ്. ആദ്യം y ഈക്വൽ ടു എക്സ് സ്ക്വയർ. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആണ് അല്ലെ. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആണ്. ആ പരാബോളയുടെ പ്രത്യേകത എന്താണ്, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ എന്നുള്ളത് പോസിറ്റീവ് സൈഡ് ഓഫ് ദി വൈ ആക്സ് ആണ്. ഇത് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് കണ്ടോ. അപ്പൊ ഇതിന് നമ്മൾ എന്ത് കൊടുക്കാം, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, പോസിറ്റീവ് സൈഡ് ഓഫ് ദി വൈ ആക്സിസ്. അതുപോലെ x ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. x ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് സൈഡ് ഓഫ് ദി എക്സ് ആക്സിസ്. ഇതാണ് ആ പദം. ഇതിന്റെ പേരെന്താണ്, x ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ, വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. അപ്പൊ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റീജിയൻ. ഈ ഒരു പോയിന്റ് നമുക്ക് അറിയാം 0 0 എന്നായിരിക്കും. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് ഒന്ന് കണ്ടുപിടിച്ച് വെച്ചേക്കാം. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, അതുപോലെ തന്നെ x ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. അപ്പൊ x ഈസ് ഈക്വൽ ടു വൈക്ക് പകരം നമ്മൾ എക്സ് സ്ക്വയർ കൊടുത്താൽ x റേസ് ടു 4 വരും. അപ്പൊ x റേസ് ടു 4 മൈനസ് x ഈസ് ഈക്വൽ ടു 0 വരും. അപ്പൊ x ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 വരും. അപ്പൊ x ന്റെ വാല്യൂ 0 വരും 1 വരും. x ന്റെ വാല്യൂ 0 വരുമ്പോൾ 0 0 വരും. x ന്റെ വാല്യൂ 1 വരുമ്പോഴോ ഇവിടെ 1 വരും. ഇനി നമുക്ക് വൈയുടെ ലിമിറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കും. ഈ സ്ട്രിപ്പ് ഇങ്ങനെയാണ് വരയ്ക്കുക. ഇത് എങ്ങനെ ഒരു സ്ട്രിപ്പ് വരയ്ക്കും, പാരലൽ ടു വൈ ആക്സിസ്. അപ്പൊ ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്നത് ഈ പരാബോളയിലാണ്. കണ്ട, ഈ പരാബോളയിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ പരാബോളയുടെ പേരെന്താണ്, ഈ പരാബോളയുടെ പേര് y ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. അപ്പൊ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ലിമിറ്റ് എഴുതാം. വോളിയം v ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഇസഡിന്റെ ലിമിറ്റ് എന്താണ്, 0 to 3 dz dy dx. ഇനി വൈഡ് ലിമിറ്റ് എഴുതണം. വൈഡ് ലിമിറ്റ് ഇവിടെ ലോവർ പോർഷൻ ടച്ച് ചെയ്യുന്നത് ഈ പരാബോളയാണ്. അപ്പൊ y ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ ആണ്. ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് എന്താണ്, ഇത് ഇവിടെയാണ്, ഈ പരാബോളയാണ് ടച്ച് ചെയ്തത്. ഈ പരാബോളയുടെ പേര് എന്താണ്, എക്സ് ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ ആണ്. y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് എക്സ്. അപ്പൊ അപ്പർ ലിമിറ്റ് റൂട്ട് എക്സ് കിട്ടി. ഇനി നമുക്ക് എക്സിന്റെ ലിമിറ്റ് എന്താണ്, ആക്സിസിലാണ്. ഇത് 0 to 1. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 1. അപ്പൊ നമുക്ക് എല്ലാ വേരിയബിൾസിന്റെ ഇസഡിന്റെയും വൈയുടെയും എക്സിന്റെയും ഒക്കെ ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ അത് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡ് വരും. ഇസഡിന്റെ 0 to 3 dy dx. ഇനി നമുക്ക് അതിനെ കംപ്ലീറ്റ് ആക്കാം കേട്ടോ. പാടാക്കാൻ മാറ്റലാണ് നമുക്ക് പ്രോബ്ലം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ്. ഇവിടെ 3 എന്ന് വരും അല്ലെ, അപ്പർ ലിമിറ്റ് 3 വരും. 3 dy dx വരും. നമുക്ക് 3 പുറത്തേക്ക് എടുത്ത് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ടു റൂട്ട് എക്സ് dy dx വരും. ഇനി രണ്ടാമത് നമ്മൾ അപ്പൊ വൈയും എക്സ് മാത്രമായി, ഇസഡ് എലിമിനേറ്റഡ് ആയി. ഇനി നമ്മൾ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് വരും, 3 into 0 to 1 ഇന്റഗ്രൽ ഇവിടെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y എന്ന് വരും. ഇത് ലോവർ ലിമിറ്റ് എക്സ് സ്ക്വയർ ആണ്, അപ്പർ ലിമിറ്റ് റൂട്ട് എക്സ് ആണ് dx. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 ഇവിടെ നമുക്ക് y നെ കൊടുക്കുമ്പോൾ റൂട്ട് എക്സ് വരും. ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ വരും dx. ദാറ്റ് ഈസ് 3 into. ഇനി നമുക്ക് എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ എക്സ് മാത്രമായി. ഇനി എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് 3/2 by 3/2 മൈനസ് എക്സ് സ്ക്വയർ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും.
0 to 1. That is 3 into ഇത് നമുക്ക് 2/3 x raised to 3/2 minus x cube 0 to 1. ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കൂ. അപ്പോൾ 2/3 into 1 മൈനസ് ഇവിടെ എന്താണ് 1. ഇവിടെ നമുക്ക് ഇവിടെ 1/3 ഉണ്ട് കേട്ടോ. ഇവിടെ x³ 3 ആണല്ലേ, x³3. അപ്പൊ 2/3 x raised 3/2 x³3. അപ്പൊ നമ്മള് എക്സിന് 1 കൊടുക്കുമ്പോൾ 2/3 വരും, എക്സിനോട് 1 കൊടുക്കുമ്പോൾ 1/3 വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാനൊക്കെ 3 into 2 minus 1 എന്ന് പറഞ്ഞാൽ എത്രയാ 1/3 വരും. അപ്പൊ 3 3 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടണേ? ആൻസർ. അപ്പൊ വോളിയം നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ് അല്ലെ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ വലിയ ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും, പക്ഷെ നമ്മൾ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ വളരെ എളുപ്പമായി. അതായത് ട്രിപ്പിൾ ഇന്റഗ്രൽ dv ആണ് അതിന്റെ ഫോർമുല. നമ്മൾ വോളിയം കാണാനുള്ള ഫോർമുല എന്താണ്? ട്രിപ്പിൾ ഇന്റഗ്രൽ dv. dv എന്ന് പറയുന്നത് dz dy/dx നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇസഡിന്റെ ലിമിറ്റ് ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. നമുക്ക് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. അതിന് 2 പരാബോളയാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ആ പരാബോള നമ്മൾ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. അപ്പൊ ആ പരാബോള നമ്മൾ അറിഞ്ഞിരിക്കണം. y equal to x² എന്ന് പറഞ്ഞാൽ സിമെട്രി അബൌട്ട് ദി പോസിറ്റീവ് സൈഡ് ഓഫ് ദി y ആക്സിസ്. അതുപോലെ x is equal to y² എന്ന് പറഞ്ഞാലോ പോസിറ്റീവ് സൈഡ് ഓഫ് ദി x ആക്സിസ്. ആ പരാബോളയുടെ ഷേപ്പ് നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അങ്ങനെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ആ റീജിയൻ കിട്ടി. ആ റീജിയനിൽ നമ്മൾ y ആക്സിന് പാരലായിട്ട് സ്ട്രിപ്പ് വരച്ചു. താഴെ ടച്ച് ചെയ്യുന്ന പോർഷൻ നോക്കി, മുകളിൽ ടച്ച് ചെയ്യുന്ന പോർഷൻ നോക്കി വൈയുടെ ലിമിറ്റ് കിട്ടി. ദെൻ ആ 2 ഇക്വേഷൻ സോൾവ് 2 പരാബോള സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. ഒന്ന് 0 0 ഇപ്പൊ 1 1 കിട്ടി. അപ്പൊ എക്സിന്റെ ലിമിറ്റ് കിട്ടി. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/1 ആദ്യം z വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, അതിനുശേഷം y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു, മൂന്നാമത് x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്തു. അവസാനം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ നല്ലൊരു ആൻസർ കിട്ടി. ആൻസർ എന്താണ്? 1 എന്ന് ആൻസർ കിട്ടി. അപ്പൊ എല്ലാവരും എഴുതിയെടുക്കുക, ചെയ്ത് പഠിക്കുക. വോളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്ന ഇതൊക്കെ യൂണിവേഴ്സിറ്റി ചോദിച്ച ചോദ്യങ്ങളാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന്റെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ശരി.